കഴിഞ്ഞ ദിവസമാണ് സ്വീഡൻ ഉപപ്രധാനമന്ത്രി എബ്ബ ബുഷ് രാജ്യത്ത് ബുർക്ക നിരോധിക്കണം എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. വലിയ രീതിയിൽ ചൂടുപിടിച്ച ചർച്ചയാണ്. ഈ ആവശ്യത്തെ പിൻപറ്റിക്കൊണ്ട് യൂറോപ്പിൽ മാത്രമല്ല യൂറോപ്പിന് പുറത്തും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഈ അവസരത്തിൽ ലോകത്ത് ബുർക്ക എന്ന വസ്ത്രം നിരോധിച്ചിട്ടുള്ള കുറച്ച് രാജ്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെയുള്ളത് ടുണീഷ്യ എന്ന രാജ്യമാണ്. ടുണീഷ്യ എന്ന രാജ്യം ഒരു മുസ്ലിം രാജ്യമാണ്. ഈ രാജ്യം ആഫ്രിക്കയിലാണ്, നമുക്കെല്ലാം അറിയാം. ഈ രാജ്യത്ത് ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ബുർക്ക വസ്ത്രം നിരോധിച്ചു എന്നത് അത്ഭുതം തന്നെയാണ്. ബുർക്ക വസ്ത്രം എന്നാൽ പ്രേക്ഷകർ മനസ്സിലാക്കുക, ബുർക്ക വസ്ത്രം എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളൊക്കെ ഇത്തരത്തിൽ ഇവിടെ കവർ ചെയ്തിട്ട് കണ്ണ് മാത്രം പുറത്തേക്ക് കാണുന്ന ഒരു തരം വസ്ത്രമുണ്ട്. അതാണ് ബുർക്ക വസ്ത്രം എന്ന് പറയുന്നത്. ആ വസ്ത്രത്തിനാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നിരോധനം വന്നിട്ടുള്ളത്. അതിലൊന്നാണ് ടുണീഷ്യ. ടുണീഷ്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. എന്നിട്ടും അവിടെ ബുർക്ക വസ്ത്രം നിരോധിച്ചത് എന്താന്ന് വെച്ചാൽ സുരക്ഷാ പ്രശ്നമാണ്. സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. കാരണം ഈ വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ, ഈ വസ്ത്രം അണിഞ്ഞിരിക്കുന്നത് ഒരാണാണോന്നോ പെണ്ണാണോന്നോ ട്രാൻസ്ജെൻഡർ ആണോന്നോ ഒന്നും അറിയില്ല. പല കുറ്റകൃത്യങ്ങൾക്കും ഈ വസ്ത്രം ദുരുപയോഗം ചെയ്യുന്നതായി ടുണീഷ്യ സർക്കാർ കണ്ടെത്തിയതിനെ തുടർന്നാണ്. പ്രത്യേകിച്ച് മോഷണം, പിടിച്ചുപറി തുടങ്ങിയ ക്രൈം അറ്റംപ്റ്റിന് ഈ വസ്ത്രം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന കാരണത്തിലാണ് ടുണീഷ്യ സർക്കാർ ഇതിനെ നിരോധിച്ചത്. മറ്റൊരു രാജ്യം താജിക്കിസ്ഥാനാണ്. താജിക്കിസ്ഥാനും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ആ രാജ്യത്തും ടുണീഷ്യയിൽ പറഞ്ഞ അതേ കാരണമുണ്ട്. അതേ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ താജിക്കിസ്ഥാനിലും ബുർക്ക ഇതിനോടകം നിരോധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിൽ റഫറൻഡം വഴി തന്നെ ബുർക്ക നിരോധിച്ചിട്ടുണ്ട്. റഫറൻഡം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഭരണഘടനാ ബോർഡിലുള്ള സംവിധാനമാണ്. അതുവഴി തന്നെ ബുർക്ക നിരോധിച്ചിട്ടുണ്ട്. അവിടെയും പറഞ്ഞത് സുരക്ഷാ കാരണങ്ങളാണ്. അടുത്തത് ശ്രീലങ്കയാണ്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണ്. നമ്മൾ മലയാളികളെ, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അടുത്താണ് ശ്രീലങ്ക. ആ രാജ്യത്ത് ബുർക്ക വസ്ത്രം നിരോധിച്ചിട്ടുണ്ട്. അടുത്തത് നോർത്ത് ആഫ്രിക്കയിലെ DRC, അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഈ രാജ്യത്തും ബുർക്ക നിരോധിച്ചിട്ടുണ്ട്. ഇനി വരുന്നതും ആഫ്രിക്കയിലെ മറ്റൊരു രാജ്യമാണ് മൊറോക്കോ. നമുക്കെല്ലാം അറിയാം, മൊറോക്കോ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മുസ്ലിം സാന്നിധ്യമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് പോലും ബുർക്ക ഇതിനോടകം തന്നെ നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സുരക്ഷാ കാരണങ്ങൾ തന്നെയാണ് ഇതിന്റെ മറ്റൊരു കാര്യം, ഇത് നിരോധിക്കാനുള്ള ഒരു കാര്യം. കാരണം പൊതുയിടങ്ങളിൽ ഈ വസ്ത്രം ധരിച്ചിട്ട് മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും കള്ളന്മാരും കൊള്ളക്കാരും എന്ന് വേണ്ട സകല സാമൂഹ്യ ദ്രോഹികളും വലിയ രീതിയിലാണ് ഈ വസ്ത്രത്തെ ദുരുപയോഗം ചെയ്തിരുന്നത്. അതിനെ തുടർന്നാണ് മൊറോക്കോയിലും ഈ വസ്ത്രം നിരോധിച്ചത്. മറ്റൊരു രാജ്യം ലാത്വിയയാണ്. നമുക്കറിയാം, യൂറോപ്പിലെ ഒരു രാജ്യമാണ്, സ്കാൻഡിനേവിയൻ രാജ്യമാണ്. അതുപോലെ തന്നെ ഗാബൺ, ഫ്രാൻസ്, ഡെൻമാർക്ക്, നമ്മുടെ തൊട്ടടുത്തുള്ള ചൈന, അതുപോലെ തന്നെ ചാഡ് എന്ന രാജ്യം, എനിക്ക് തോന്നുന്നത് ആഫ്രിക്കയിലാണെന്ന്. ആഫ്രിക്കയിലെ തന്നെ മറ്റൊരു രാജ്യമായ കാമറൂൺ, ബൾഗേറിയ, ബെൽജിയം, ഓസ്ട്രിയ, ഇപ്പറയുന്ന 17 രാജ്യങ്ങളിലാണ് ലോകത്ത് ബുർക്ക എന്ന വസ്ത്രം കർശനമായി നിരോധിച്ചിട്ടുള്ളത്. ഇതിൽ പല രാജ്യങ്ങളിലും സമ്പൂർണ്ണ നിരോധനം ഇല്ല കേട്ടോ. ചില രാജ്യങ്ങളിൽ, ടുണീഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ സർക്കാർ ഓഫീസുകളിൽ, കോടതികളിൽ, പൊതു പാർക്കുകളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ബുർക്ക ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ പ്രൈവറ്റ് സ്പേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പേസിലോ മറ്റേതെങ്കിലും ഫംഗ്ഷനിലോ നിങ്ങൾ ബുർക്ക ധരിക്കുന്നതിന് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും നിരോധനങ്ങളില്ല. എന്നാൽ ബാക്കിയുള്ള 15 രാജ്യങ്ങളിലും, ചൈന ഉൾപ്പെടെ, ശ്രീലങ്ക ഉൾപ്പെടെ, ഫ്രാൻസ്, ഓസ്ട്രിയ ഉൾപ്പെടെ ബാക്കിയുള്ള 15 രാജ്യങ്ങളിലും ബുർക്കക്ക് സമ്പൂർണ്ണ നിരോധനമാണ്. വ്യക്തിപരമായി ഞാനും ബുർക്കക്ക് എതിരാണ്. കാരണം ഇതൊരു സുരക്ഷാ പ്രശ്നം തന്നെയാണ് എന്നുള്ളത് എനിക്കും തന്നെ അറിയാം. നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളടുത്ത് ബുർക്ക ഇട്ടിട്ട് ഒരാളാണ് വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുക ഭയമാണ്. അത് ഏതെങ്കിലും സമുദായത്തിനോടോ സമൂഹത്തിനോടോ ഉള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല. ഈ വസ്ത്രം അത്രമേൽ മറ്റ് രാജ്യങ്ങളിലെ പോലെ തന്നെ നമ്മുടെ നാട്ടിലും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വസ്ത്രങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എതിരാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.